ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ അഹമ്മദാബാദിലുള്ളത്. ഇന്ന് നമ്മൾ അദലാജ് സ്റ്റെപ്പ് വെല്ല് കാണാൻ വേണ്ടി പോവാണ്. അതായത് നമ്മൾ അഹമ്മദാബാദ് ഗാന്ധിനഗറിൻ്റെ അടുത്താണ് അദലാജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു സ്റ്റെപ്പ് വെല്ലുള്ളത്. പണ്ട് ഏകദേശം ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ് 1498 ആ സമയത്ത് ഉണ്ടാക്കിയ ഒരു പടവ് കിണറാണ് അദലാജ് സ്റ്റെപ്പ് വെൽ എന്ന് പറയുന്നത്. മെയിനായിട്ട് ഈ ഗുജറാത്ത്, രാജസ്ഥാൻ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള സ്റ്റെപ്പ് വെല്ലുകൾ വേറെയുണ്ട്. പക്ഷേ അദലാജ് സ്റ്റെപ്പ് വെല്ല് വളരെ പ്രസിദ്ധമാണ്. സോ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബസ്സിലാണ് ഉള്ളത്. നിങ്ങൾക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഞാൻ ചെറുങ്ങനെ കാണിച്ചു തരാം. അഹമ്മദാബാദ് എന്ന് പറഞ്ഞാൽ വളരെ ഗ്രോയിങ് സിറ്റിയാണ്. അപ്പുറം ഇപ്പുറം ഫ്ലൈ ഓവറുകളൊക്കെ വരുന്നുണ്ട്, മെട്രോ ഉണ്ട്, ബസ്സും ടാക്സിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളരെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് അഹമ്മദാബാദ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അങ്ങോട്ട് പോവാം. സോ നമ്മൾ അദലാജ് സ്റ്റെപ്പ് വെല്ലെത്തി. ഇത് കുറച്ച് ബസ്സിന് വന്നു, പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വന്നു. കുറച്ച് ഉള്ളോട്ട് നടക്കാനുണ്ട്. അങ്ങോട്ടേക്ക് ഇപ്പോൾ നമുക്ക് ഓട്ടോ വരാം, അല്ലെങ്കിൽ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ അതിൽ കയറി വരാം. അപ്പോൾ ഇതാണ് അദലാജ് സ്റ്റെപ്പ് വെൽ എന്ന് പറയുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് ചെറിയ പൈസ ഉള്ളൂ, 20-30 ഉള്ളൂ. അത് നമ്മൾ സൈറ്റിൽ പോയിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. സോ ആ കാണുന്നതാണ് ഈ അദലാജ് എന്ന് പറയുന്നത്. അല്ല, ഇന്ന് നമ്മൾ ഈ പൂന്തോട്ടവും ഗാർഡനിങ് ഒക്കെ ഉണ്ട്. പക്ഷേ ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ പൂന്തോട്ടവും ഗാർഡനൊന്നും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവില്ല. ഇതുണ്ടാവും, ഈ സാധനം ഉണ്ടാവും, ഈ കല്ല് കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ കാണും. സോ നമ്മളിതിൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ നോക്കുമ്പോൾ നല്ല കൊത്തുപണികളൊക്കെ കാണുന്നുണ്ട്. അതായത് ഈ ഭൂമിക്കടിയിൽ ഒരു കിണർ കുടിക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു, ഒരു വലിയ ബിൽഡിംഗ് എടുത്തു വന്നിട്ടാണ് കാര്യം. അല്ല, ഒരു ബിൽഡിങ്ങിനെ ഈ കിണറിൻ്റെ അല്ലെങ്കിൽ ഈ ഭൂമിക്കടിയിലേക്ക് എടുത്തു വെച്ചു, അങ്ങനെ നമുക്ക് പറയാം. സോ നമുക്ക് അതിലേക്ക് ഇറങ്ങാം. ഒരു 3-4 ബിൽഡിങ്ങിന് എത്ര ഉയരമുണ്ടാവും, താഴോട്ട് നമ്മൾ ഇറങ്ങുന്നതാണ് അണ്ടർഗ്രൗണ്ടിലേക്ക്. സോ നമുക്ക് താഴോട്ട് നോക്കാം. താഴത്തെ വിശേഷങ്ങൾ കാണാം. ഇത് പുറമേയുള്ള വിശേഷങ്ങളാണ്. പുറത്ത് നല്ല കൊത്തുപണികളൊക്കെ ആക്കി വളരെ മനോഹരമായിട്ടുണ്ട്. ഏകദേശം 1498 ആ സമയത്താണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് വഘേല രാജവംശത്തിൻ്റെ റാണവീർ സിംഗ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് എന്നാണ് കാര്യം. നമ്മൾ ഗുജറാത്തിൽ നോക്കുകയാണെങ്കിൽ, ഗുജറാത്ത്, രാജസ്ഥാനിൽ ഇതുപോലത്തെ സ്റ്റെപ്പ് വെൽ ഒരുപാട് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, ഈ കിണർ ഒഴിക്കാനുള്ള കാര്യം. ഇത് വളരെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണ് അല്ലേ. ഗുജറാത്ത്, രാജസ്ഥാൻ ഈ സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞാൽ വളരെ ഉഷ്ണഭൂമിയാണ്, ഭയങ്കര മരുഭൂമിയും ചൂടുള്ള സ്ഥലമാണ്. വെള്ളം വളരെ കിട്ടാൻ വളരെ ക്ഷാമമുള്ള സമയമാണ്. അപ്പോൾ ഇതേപോലെ ആഴത്തിൽ കിണർ കുഴിച്ചാലേ വെള്ളം കിട്ടൂ. വെള്ളം കിട്ടിയാൽ മാത്രം പോരാ, ആ വെള്ളം അവിടെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണം. അല്ല, ഒരു വെറുതെ പുറത്ത് ഒരുപാട് കിണർ കുഴിച്ച് അവിടെ കുറച്ച് കഴിയുമ്പോൾ വെള്ളം പോയാൽ എന്ത് ചെയ്യും, വീണ്ടും ബുദ്ധിമുട്ടാവും. അപ്പോൾ താഴോട്ട് ഇറങ്ങി ആഴത്തിലിറങ്ങുക, അവിടെ ഒരു കിണർ കുഴിക്കുക. ആ കിണർ എന്ത് ചെയ്യണം, അതിലെ വെള്ളം കുറച്ച് കാലം റിസർവ് ചെയ്യാൻ, സൂക്ഷിക്കാനും പറ്റണം. ഇവിടെ ഒരു ടെമ്പിളും, ഒരു ഹിന്ദു ടെമ്പിളിൻ്റെ ആ രീതിയിലാണ്, ഹിന്ദു വാസ്തുവിദ്യ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു മതത്തിൻ്റെ രീതിയിലാണ്. അപ്പോൾ ദൈവങ്ങളുടെയൊക്കെ ആ ഇത് വെക്കാൻ, ശില്പം വെക്കാനും വിഗ്രഹങ്ങൾ വെക്കാനൊക്കെ ചെറിയ എന്താ പറയുക, ഒരു സ്പേസൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തൂണുകളിലൊക്കെ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ മനോഹരമായ ഡിസൈനുകളും കൊത്തുപണികളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. സോ ഇതാണ് അദലാജ് സ്റ്റെപ്പ് വെൽ എന്ന് പറയുന്ന സ്ഥലം. ഇത് ഗുജറാത്തിൽ തന്നെ, ഗുജറാത്തിൽ അഹമ്മദാബാദിൽ നമുക്ക് ബസ് പിടിച്ച് അല്ലെങ്കിൽ ഓട്ടോയിൽ അല്ലെങ്കിൽ നമുക്ക് ടാക്സിയിലൊക്കെ അദലാജിലെത്തിയാൽ നമുക്കിത് എളുപ്പം കണ്ടിട്ട് വരാം. സോ നമുക്ക് കുറച്ചും കൂടി താഴോട്ട് ഇറങ്ങാം. താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാം. അദലാജ് സ്റ്റെപ്പ് വെല്ല് നല്ല ഇതാണ്. താഴോട്ട് ഇറങ്ങുമ്പം പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മളെ ഭയങ്കര എന്താ പറയുക, ആശ്ചര്യപ്പെടുത്തുന്നതിലാണ് കാര്യം.
അതിൻ്റെ ഡിസൈൻ കണ്ട, ചുമരിലെ ചിത്രങ്ങളൊക്കെ കണ്ട, കൊത്തുപണികൾ, ചിത്രങ്ങൾ എന്നല്ല പറയാ, കൊത്തുപണികൾ അല്ലേ. അതായത് വളരെ പവർഫുള്ളായ കല്ലുകളൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എത്ര കാലമായി നോക്കിയാൽ. അതുപോലെ ഇതിൽ കുറേ കൊത്തുപണികളൊക്കെ കണ്ട, വളരെ സൂക്ഷ്മമായി ചെയ്ത കൊത്തുപണികളാണ്. ചിലതിൽ എന്താ പറയുക, ഒരു ചെറിയ തകരാറൊക്കെ സംഭവിച്ചു എങ്കിലും ഇന്നും പ്രൗഢിയോടെ തന്നെ നിൽക്കുന്നു. ഏകദേശം ഒരു 500 കൊല്ലത്തിനടുത്തായി, 500-400 കൊല്ലമായി ഇത് ഉണ്ടാക്കിയിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലാജ് സ്റ്റെപ്പ് വെൽ. ഇത് ശരിക്കും കണ്ടോ, ഇത് ശരിക്കും ഓരോരോ ഫ്ലോറുകളാണ് അല്ലേ, ഓരോരോ നിലകളാണ്. 1, 2, 3, 4 നിലയിലേക്ക് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നതാണ്. അതായത് ഈ 4-5 നിലയിലൊരു ബിൽഡിംഗ് എന്ത് ചെയ്തു, നമ്മൾ ഭൂമിക്കടിയിലേക്ക് ഇറക്കി വെച്ച രീതിയിലാണ് നമുക്കിത് അനുഭവപ്പെടുക താഴോട്ട് ഇറങ്ങുമ്പോൾ. ശരിക്കും പല ഉദ്ദേശങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, അവിടെ ഒന്നാമത് വെള്ളം സൂക്ഷിക്കുക, വെള്ളം വാട്ടർ അതിൻ്റെ സേഫ്റ്റിയാണ്. വെള്ളം കരുതി വെക്കുക, കുടിക്കാനും കുളിക്കാനും അലക്കാനൊക്കെ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ വേറെയും ചെറിയ കഥകളുണ്ട്. അതായത് മുമ്പ് നമുക്കറിയാം, ഒരു 300-400 വർഷങ്ങൾക്ക് മുമ്പ് വ്യാപാരികളും യാത്രക്കാരൊക്കെ ഈ വഴി പോവും അല്ലേ, കേരളത്തിൽ നിന്നും പോയിട്ടുണ്ടാവും. നമുക്കറിയാത്ത പഴയ ചരിത്രങ്ങൾ നോക്കണം. അന്ന് അവർക്കുള്ള ഒരു വിശ്രമ കേന്ദ്രം കൂടി എന്ന് പറയപ്പെടുന്നു അല്ലേ. അന്ന് ചിലപ്പം നമ്മൾ കണ്ടില്ലേ, നാടോടികളെ പോലെയാണ് അന്ന് മുൻകാലങ്ങളിലെ ആളുടെ ജീവിതം. വ്യാപാരികളുണ്ടാവും, അവർ ഓരോ സ്ഥലത്ത് പോയി. ഇന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ എയർപോർട്ടിലൊക്കെ നമ്മൾ ഇറങ്ങുന്നുണ്ട്, അവിടുന്ന് ഡ്രിങ്ക്സും കാര്യങ്ങളും ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കും. മുൻകാലങ്ങളിൽ നിന്ന് ഇതേപോലുള്ള ഒരു സ്ഥലത്ത് തമ്പടിച്ച് കൂടുക, അവിടുന്ന് ഇതേപോലെ എന്തെങ്കിലും കുളിക്കുക, പ്രാഥമിക ശുദ്ധി വരുത്തുക, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഇതിനൊക്കെയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. മനുഷ്യൻ്റെ ജീവിത രീതി അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ പരിണാമം സംഭവിച്ച് മനുഷ്യൻ തമ്മിൽ കണക്ടിവിറ്റി ഉണ്ടാക്കുന്നത് ഈ രീതിയിലൊക്കെയാണ്. ഇന്ന് മനുഷ്യന് ഒരു എന്താ പറയുക, ഒരു ആഗോള മനുഷ്യനാണ്. എവിടെയും പോകണമെങ്കിലും മനുഷ്യനെത്താം ഈ ഭൂമിയിൽ. ആ രീതിയിലേക്ക് ഇന്ന് ഇൻഫ്രാസ്ട്രക്ചർ വളർന്നു വന്നു. പക്ഷേ ഒരു 300-400 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എങ്ങനെയായിരിക്കും മനുഷ്യനുണ്ടായത് നിങ്ങൾ ആലോചിച്ചൊക്കെ അല്ലേ. 300-400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കുറച്ചെങ്കിലും ഉത്തരം പറയാം. അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ എങ്ങനെ, വീണ്ടും നമ്മൾ ചരിത്രങ്ങൾ പരിശോധിക്കണം. അപ്പോൾ ഞാനിതിൻ്റെ ശേഷം താഴെ എത്താറായി.
താഴെ നിങ്ങൾക്ക് കാണാം വെള്ളമുണ്ട്, അവിടെ കുറച്ച് വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് അങ്ങോട്ടേക്ക് ദൂരത്തേക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അവിടെ ബൗണ്ടറി ഇതെല്ലാം എന്താ പറയുക കെട്ടിവെച്ചിട്ടുണ്ട്, ബൗണ്ടറി കെട്ടിവെച്ചിട്ടുണ്ട്. സോ ഇതാണ് വെള്ളം എന്ന് പറയുന്നത് അല്ലേ. ഇതേപോലെ ആഴത്തിലുള്ള കിണർ വെള്ളം ഇവിടെ ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ കുളിക്കാനും കുടിക്കാനും അതിനൊക്കെ അലക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. സോ അതിൻ്റെ തൊട്ടപ്പുറവും കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറം ഒരു റൂം പോലെ ഹാള് പോലെ കുറേ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. വേറെയും ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ഇപ്പം ചിലപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളെ കടത്തി വിടുന്നുണ്ടാവില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ കണ്ടോ നിങ്ങൾ? വാവ്! അതായത് സൂര്യപ്രകാശം വളരെ കുറച്ച് മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ ഇവിടെ എത്തുമ്പോഴത്തേക്ക്. കാരണം വേറെ ഒന്നുമല്ല, നല്ല ചൂടാണ്. ഇത് തുറസായ സ്ഥലത്ത്, ഓപ്പണായ സ്ഥലത്താണെങ്കിലോ ഈ കിണറിലെ വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ടാവും. വെള്ളം മുഴുവൻ പറ്റും. അപ്പോൾ വെള്ളം സൂക്ഷിക്കുകയും ചെയ്യണം, അതിനെ പിടിച്ചു വെക്കുകയും ചെയ്യണം. അതിനൊക്കെ ആവശ്യമുണ്ട്. പിന്നെ മഴ വരുന്ന സമയത്ത് വേറൊരു ഗുണമുണ്ട്. മഴ വരുന്ന സമയത്ത് ഒരു മഴവെള്ള സംഭരണി എന്ന രീതിയിലും ഇത് പ്രവർത്തിക്കും അല്ലേ. കാരണം മുകളിൽ ഓപ്പണാണ്, ഇതിൻ്റെ മുകളിലത്തെ ടോപ്പ് സൈഡ് ഓപ്പണാണ്. അവിടുന്ന് ചിലപ്പോൾ മഴവെള്ളം സംരക്ഷിച്ച് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഈ കുളത്തിലേക്ക് എത്തുന്ന രീതിയിൽ എന്തെങ്കിലും സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിനൊക്കെ ഒന്ന് അതിൻ്റെ ഡിസൈൻ ചിലപ്പം ഈ ഭാഗത്ത് എവിടെയെങ്കിലും കൊത്തി വെച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എങ്ങനെയെങ്കിലും താഴെ വെള്ളം എത്തിക്കാൻ വേണ്ടി. സോ ആ മഴവെള്ളം സംരക്ഷിക്കുകയും ചെയ്യാം. ഇങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യന് വെള്ളം ശേഖരിച്ചത് അല്ല. വാട്ടർ ഈസ് ദ എസെൻഷ്യൽ സോഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. വാട്ടർ ഇല്ലെങ്കിൽ എങ്ങനെ പോകും? മുന്നോട്ട് പോകും? ഒരിക്കലും മുന്നോട്ട് പോവില്ല. സോ നമ്മളത് കണ്ടു കഴിഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങി. ഇതിന്ന് താഴെന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ എന്ത് സൗന്ദര്യം എന്നറിയാം, എന്ത് രസമായിട്ടാണ് ചെയ്തത്. ഇതിൽ ഇത്രയും വലിയ നിർമ്മിതിയൊക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു മാത്സ് അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞില്ല, ഗുജറാത്തിൽ അല്ലെങ്കിൽ രാജസ്ഥാൻ ആ ഭാഗത്ത് ഇതേപോലുള്ള ഒരുപാട് സ്റ്റെപ്പ് വെല്ലുകൾ, മലയാളത്തിൽ ഇപ്പോൾ പടവ് കിണറുകളുണ്ട്. അത് ഉണ്ടാക്കാൻ അന്നത്തെ യുക്തി അല്ലെങ്കിൽ ആ ബുദ്ധി അവർ വളരെ ഉയർന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതുപോലുള്ള ഡിസൈനുകളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, മണ്ണിൻ്റെ ഉറപ്പ്, അത് പിന്നെ ഭൂകമ്പ സാധ്യത, അവിടെ വേറെയും കൊടുങ്കാറ്റ്, അങ്ങനെ പല കാര്യങ്ങളെ പറ്റി പഠിക്കണം. സോ ഇത്രയും കാലം ഇതിനെ അതിജീവിച്ചുകൊണ്ട് ഏകദേശം 500 വർഷത്തിന് മുകളിലായി ഈ അദലാജ് സ്റ്റെപ്പ് വെൽ എന്ന് പറയുന്നത്. ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ ചെറിയൊരു പരിപാടിയല്ലല്ലോ, വലിയ പരിപാടിയാണ്. അപ്പോൾ ടൂറിസ്റ്റുകൾ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല റിലാക്സൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയ ഏരിയയാണ്. ഞാനപ്പോൾ അതിൻ്റെ വീഡിയോസ് കുറച്ച് പെട്ടെന്ന് എടുത്തിട്ട് പോകേണ്ട പരിപാടിയാണ്. എനിവേ ഇറ്റ്സ് എ വെരി സൂപ്പർ പ്ലേസ്. എന്താ
അല്ലേ, ഇത് പഴയ ചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ പടവുകളിൽ ഇന്ന് നമ്മൾ ടൂറിസ്റ്റുകളായിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ട്. ഈ ഓരോ സ്ഥലത്ത് ഈ കാണുന്ന ഓരോ ഫ്ലോറിലില്ല, അതിൻ്റെ മുകളിലും ചിലപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഓരോ ആൾക്കാർ ഇരുന്നിട്ടുണ്ടാവും അല്ലേ. ചിലപ്പോൾ ഈ രാജകുടുംബത്തിലെ ഭടന്മാർ ഇരുന്നിട്ടുണ്ടാവും, ഇതേപോലെ വഴിയാത്രക്കാർ, വ്യാപാരികൾ, അങ്ങനെ നാടുകൂടികൾ, ഇവരൊക്കെ ചിലപ്പോൾ ഈ ഭാഗത്ത് ഈ സ്റ്റെപ്പിൻ്റെ സൈഡിലൊക്കെ ഇരുന്നിട്ടുണ്ടാവും. അവർ റെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടാവും. അന്ന് ഇതല്ലാണ്ട് വേറെ വഴിയില്ല. ഇവിടുന്ന് കുളിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തിട്ട് ഈ മൂലക്കലിരുന്ന് വിശ്രമിച്ച് യാത്ര തുടങ്ങിയ ഒരുപാട് പേരുണ്ടാവും. ഞാൻ ഇപ്പോഴത്തെ കാര്യമില്ല പറയുന്നത്, ഞാൻ ടൈം ട്രാവൽ ചെയ്തിട്ട് 300-400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ 1490 അല്ല 15-ാം നൂറ്റാണ്ടിൻ്റെ സമയത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ഇപ്പോൾ ഒരു 300 വർഷങ്ങൾക്ക് മുമ്പ് 400 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇതുണ്ട് ഇവിടെ. സോ അന്ന് ഇതേപോലെ അവിടെ ആരായി ഇരുന്നിട്ടുണ്ടാവുക? അന്നത്തുള്ള യാത്രക്കാർ, അന്നത്തെ ജനങ്ങളല്ലേ. ചിലപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഇത് കാണാൻ വേണ്ടി ആ സമയത്ത് ആരെങ്കിലും പോയിട്ടുണ്ടാവുമോ? മേ ബി ചിലപ്പോൾ പോയിട്ടുണ്ടാവാം. കേരളത്തിൽ നിന്നും ഇതേപോലെ ലോകം കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ എന്താണെന്ന് അറിയാൻ വേണ്ടി, പഴയ ഭാരതം എന്താണെന്ന് അറിയാൻ വേണ്ടി യാത്ര നടത്തിയ, കാൽനടയായിട്ടൊക്കെ ചിലപ്പോൾ യാത്ര നടത്തിയ ആൾക്കാരുണ്ടാവും. അവർ ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, പഴയ വർഷങ്ങൾക്ക് മുമ്പത്തെ കഥ. അപ്പോൾ ചരിത്രങ്ങൾ ഒരുപാട് പറയാനുണ്ട്. എനിവേ സൂപ്പർ പ്ലേസാണിത്. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ കയറിയിട്ടാ, മുകളിൽ കയറാനുള്ള വഴിയുണ്ട്. അപ്പോൾ അതിൽ കയറി നമുക്ക് മുകളിലത്തെ കാണാം. മുകളിൽ അങ്ങോട്ട് കുറച്ച് നേരം നമുക്ക് നടന്നു നോക്കാം. അവിടെ കിണറിൻ്റെ അവിടെ നിന്ന് അങ്ങനെ നോക്കാൻ നമുക്ക് അനുവാദമില്ല. എന്നിരുന്നാലും നമുക്ക് മുകളിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. മുകളിൽ കുറച്ച് ആൾക്കാർ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞാനും അങ്ങനെ ക്യാമറയായിട്ട് പോയി ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഇവിടെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രില്ല് ചെയ്ത ഭാഗത്ത്, ആ ഭാഗത്തായിരിക്കണം എന്ത് ഈ കിണറുണ്ടാവുക. കിണർ ഈ മിക്കവാറും ഈ ഗ്രില്ല് ചെയ്ത ഈ വലിയ ഭാഗത്തായിരിക്കും. സോ അവിടത്തേക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അവിടെ നല്ല ഗ്രിൽസൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഇവിടെയൊക്കെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ഇതിൻ്റെ മുകളിൽ വലിയൊരു നമ്മൾ ഈ ഇതൊക്കെ ഇല്ലേ, എന്താ അതിന് പറയാ, ഈ നമ്മുടെ ഈ കപ്പി പോലത്തെ സാധനമില്ലേ, നമ്മളെ തിരിക്കുന്ന റോള്, നമ്മൾ കയറൊക്കെ ഇട്ടിട്ട് കിണർന്ന് വെള്ളം കോരുന്നുണ്ടല്ലോ, ആ രീതിയിൽ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. മുൻപ് ഉപയോഗിച്ചതായിരിക്കാം. ആഴത്തിൽ നിന്ന് വെള്ളം കോരേണ്ടി വരുമല്ലേ, അതാണ് അതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത്. ആഴത്തിൽ നിന്ന് വെള്ളം കോരുന്നുണ്ട്. വെള്ളം കോരാൻ അതിനായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് ചെറിയ കൂലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മുമ്പ്. അങ്ങനെ തന്നെ പോകുന്നു, കടത്ത് കൂലിയും ഇതേപോലെ കോരുന്ന കൂലിയും എല്ലാം അങ്ങനെ. അതൊക്കെ തന്നെയാണ് മുമ്പത്തെ ആൾക്കാരുടെ ജോലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടു. ഇനി ഞാൻ പോകേണ്ട പരിപാടിയാണ്. എനിവേ അദലാജ് സ്റ്റെപ്പ് വെൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് വന്ന് എൻജോയ് ചെയ്യാം.
സൂപ്പറായിട്ട് നിങ്ങൾക്ക് കാണാം. പ്രത്യേകിച്ച് ഇതിൻ്റെ നിർമ്മിതികൾ, ഇതിൻ്റെ ഡിസൈനുകൾ, ഇതിൻ്റെ ശില്പം, അതുപോലെ ഇതിൻ്റെ കൊത്ത് പണികളൊക്കെ, ആ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ, ഭാരതത്തിൻ്റെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആണ്. നിങ്ങൾക്ക് അതിൽ നമുക്ക് അഭിമാനിക്കാം. അത്രയും സൂപ്പറായിട്ടുള്ള വാസ്തുവിദ്യയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ ഇതിൽ ചെറിയ സമയമൊന്നും പോരാ, അല്ല ചെറിയൊരു കഴിവൊന്നും പോരാ. അപ്പോൾ Adilaj Stubwell is a nice place. Okay, bye.